വെൽക്കം ബാക്ക് ടു എസ് മലയാളി ഇംഗ്ലീഷിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം. സോ ആകമാനം ഒരു ഫെസ്റ്റീവ് സീസൺ വൈബാണ് അല്ലെ. ക്രിസ്മസ് കഴിഞ്ഞു, പുത്തൻ പ്രതീക്ഷകളുമായി ഒരു പുതുവത്സരം തന്നെ നമ്മളെ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ ഈ എക്സാം പ്രിപ്പറേഷനിലായിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പഠിക്കാനൊന്നും ഒരുപക്ഷെ ഈ സമയത്ത് പറ്റിയെന്ന് വരില്ല. മറ്റുള്ളവരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി നമ്മൾ മോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന അല്ലെങ്കിൽ PYQ ഡിസ്കസ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന സമയമൊക്കെ ചിലപ്പോൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇത് ജീവിതമാണ്. ലേണിങ്ങും എന്റർടൈൻമെന്റും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ ഈ എന്റർടൈൻമെന്റ് ഒരിക്കലും ലേണിങ്ങിനെ സർപ്പാസ് ചെയ്യരുത് കേട്ടോ. കാരണം 2026 ഒരുപിടി മികച്ച അവസരങ്ങൾ, ഒരുപിടി പ്രധാനപ്പെട്ട പരീക്ഷകൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അടുത്ത് സംഭവിക്കാനിരിക്കുന്ന SSC-GD എക്സാം 25,000-ലധികം വേക്കൻസികളുമായി യൂണിഫോം പോസ്റ്റ് മോഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് കടന്നു വരികയാണ്. സോ ആ എക്സാമിന് നമ്മൾ ഓരോരുത്തരും റെഡി ആണോ എന്ന് സ്വയം ചോദിക്കുക. ഒരുപക്ഷെ മറ്റു വിഷയങ്ങളുടെ കാര്യത്തിൽ നമുക്ക് 100% യെസ് എന്ന് പറയാൻ പറ്റും. പലരും ശങ്കിക്കുന്ന ഒരു വിഷയം ഇംഗ്ലീഷ് ആണ്. വൈ ഇസ് ഇറ്റ് സോ? എന്തുകൊണ്ടാണത്? ഒറ്റ ഉത്തരം പറയാൻ പറ്റും. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? മുറി വൈദ്യൻ ആളെ കൊല്ലും. ആ മുറി അറിവാണ് നമ്മുടെ പ്രശ്നം. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പം നൗൺ എന്താന്ന് ചോദിച്ചാൽ നാമമാണെന്നും ആർട്ടിക്കിൾസ് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ മാനും ദായൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊരു സെന്റൻസിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമോ അതിനൊക്കെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ഇല്ല ആരുടെയും കയ്യിൽ എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ആ പരിചയക്കുറവാണ്, അറിവില്ലായ്മയാണ് നമ്മുടെ ഉള്ളിൽ ഒരു അകാരണമായ ഭയം സൃഷ്ടിക്കുന്നത്. ആ ഭയമാണ് ഇംഗ്ലീഷിൽ നിന്ന് മാർക്ക് വാങ്ങുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പരിചയം പുതുക്കി, പരിചയം മെച്ചപ്പെടുത്തി ആ ഭയത്തെ കംപ്ലീറ്റ്ലി വേരോടെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പിഴുതെറിയണം. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇംഗ്ലീഷിനെ ഒന്ന് രസകരമായിട്ട് ഒന്ന് കാര്യമായിട്ട് തന്നെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഏതാനും ചില പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ വെളിച്ചത്തിൽ. സോ എന്റെ കയ്യില് ഒരുപിടി ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കാം, ഞാൻ സഹായിക്കാം. സോ ആദ്യമേ തന്നെ എറർ സ്വന്തമായിട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നോക്കുക. ചോദ്യം വായിക്കുക എന്നുള്ളത് is very important. Neither the manager nor his assistants was able to answer the difficult questions. അപ്പം ഈ കടുകട്ടിയുള്ള ചോദ്യങ്ങൾക്ക് മാനേജറിനോ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിനോ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ്. മാനേജറിന് പറ്റിയില്ല, അദ്ദേഹത്തിന്റെ സഹായികളെ കൊണ്ടും സാധിച്ചില്ല. അതുമില്ല ഇതുമില്ല, നോട്ട് ദിസ് നോട്ട് ദാറ്റ് എന്നീ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ള നൈദർ നോർ എന്നീ രണ്ട് വാക്കുകളാണ്. നെഗറ്റീവ് മീനിങ് ആണ് കേട്ടോ. രണ്ടുമില്ല എന്ന അർത്ഥങ്ങളിലാണ് ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. എടാ നോക്കി, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈദർ നോർ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഇവിടെ വെർബ് ഏതാണ്? വാസ് ആണ് അല്ലെ. ഇതാണ് നമ്മുടെ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സെന്റൻസുകളിൽ വെർബിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന നൗണിന്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. അതായത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, തൊട്ടടുത്ത് കിടക്കുന്ന നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, തൊട്ടടുത്ത് കിടക്കുന്ന ആള് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ. നമ്മളെ തമാശക്ക് പറയാറില്ലേ, മുല്ലപ്പൂവിന്റെ അടുത്ത് കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയുന്ന പോലെ തൊട്ടടുത്ത് കിടക്കുന്ന നൗണിന്റെ അതേ സ്വഭാവമല്ല, അതേ നേച്ചർ ആയിരിക്കും വെർബിനും ഉണ്ടാവുക. നമ്മൾ ഇതിനെ ഇംഗ്ലീഷില് റൂൾ ഓഫ് പ്രോക്സിമിറ്റി എന്നാണ് വിളിക്കുക കേട്ടോ. റൂൾ ഓഫ് പ്രോക്സിമിറ്റി. എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുപ്പത്തിന്റെ നിയമം എന്ന് പഠിച്ചു വെച്ചോളൂ. അടുപ്പിന്റെ നിയമമല്ല, അടുപ്പത്തിന്റെ നിയമം. നോക്ക്, ഇവിടെ വാസ്തു വെർബാണ്. ഈ വെർബിന്റെ അടുത്ത് ആരാ കിടക്കുന്നത്? അസിസ്റ്റൻസ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, പ്ലൂരൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വെർബ് എന്താവണം? പ്ലൂരൽ ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്നത് വാസ് ആണ്. എസ് ചേർന്നിരിക്കുന്ന എല്ലാ ക്രിയാരൂപങ്ങളും ഇംഗ്ലീഷിൽ സിംഗുലർ ആണ് കേട്ടോ. എസ് ഉണ്ടോ, ആ ക്രിയ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഒരു ടിപ്പ് പോലെ പഠിച്ചു വെച്ചു. അപ്പൊ വാസ് സിംഗുലർ ആണ്. വാസിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത്, അതിന്റെ ചേട്ടൻ എന്ന് പറയുന്നത് വേറാണ് കേട്ടോ. അപ്പൊ ഇവിടെ വാസ് അല്ല വരിക. കറക്റ്റ് ആൻസർ ഏതാണ്? വേറാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ അസിസ്റ്റൻസ് പ്ലൂരൽ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ ഈ നൈദർ നോറിനെ ഒരു കൊറലേറ്റീവ് പെയർ ആയിട്ടാണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പരിഗണിക്കുക. അതുപോലെ മറ്റ് കൊറലേറ്റീവ് പെയേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പം ഇവ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന സെന്റൻസുകളിലും ഈ ഒരു റൂൾ ഓഫ് പ്രോക്സിമിറ്റി നമ്മൾ തീർച്ചയായിട്ടും എൻഷുർ ചെയ്യണം കേട്ടോ. നോക്കാം, മറ്റൊരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ, either the teacher
or the students has or have to come. നോക്കൂ, ഐദർ ഓർ രണ്ടിലേതെങ്കിലും ഒന്നെന്ന അർത്ഥത്തില് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഐദർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ്. ഇതല്ലേ നമ്മുടെ വെർബ്. വെർബിന്റെ അടുത്ത് ആരാ കിടക്കുന്നത്? സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് പ്ലൂരൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഹാസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഹാസ് സിംഗുലർ ആണ്. പ്ലൂരൽ ആയിട്ടുള്ള ഹാവിനെ ഞാൻ തെരഞ്ഞെടുത്തു. അപ്പൊ ഇവിടെ എന്താണ് വരിക? ഹാവ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The children was playing in the garden all evening. അപ്പൊ സന്ധ്യാനേരം മുഴുവൻ കുട്ടികള് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാ കളിച്ചുകൊണ്ടിരുന്നത്? കുട്ടികൾ. അപ്പൊ ആദ്യമായിട്ടൊക്കെ ഇംഗ്ലീഷ് അത്ര എന്താണ് പറയാ, ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച്, അത്ര ബേസിസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഈ ചിൽഡ്രൻ എന്ന വാക്കിനെ അവർ പലരും സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കും. അപ്പൊ കുട്ടികൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഈ ചിൽഡ്രന്റെ കൂടെ പലരും എസ് ചേർക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല, അതൊരു ബ്ലണ്ടർ ആണ് കേട്ടോ. ഈ ചൈൽഡ് ആണ് കുട്ടി എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, സിംഗുലർ. അതിന്റെ പ്ലൂരൽ ആണെന്ത്? ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി പ്ലൂരൽ ആയതിനെ വീണ്ടും എസ് ചേർത്ത് എക്സ്ട്രാ പ്ലൂരൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം. നമുക്ക് ഒരു സെന്റൻസ് ശരിയായിട്ടിരിക്കണമെങ്കിൽ അതിലെ സബ്ജക്റ്റും വെർബും തമ്മിലൊരു ഒത്തൊരുമ വേണം. അതായത് സബ്ജക്ട് സിംഗുലർ ആയാൽ വെർബ് സിംഗുലർ ആണോ, സബ്ജക്ട് പ്ലൂരൽ ആയാൽ വെർബും പ്ലൂരൽ ആണ്. അപ്പൊ നമുക്ക് കിട്ടി സബ്ജക്ട് പ്ലൂരൽ ആണ്, കുട്ടികൾ. അപ്പൊ വെർബ് എന്താവണം? പ്ലൂരൽ ആവണം. ഇവിടെ കിടക്കുന്നത് സിംഗുലർ ആണ്. നമ്മൾ ഇതിന്റെ പ്ലൂരൽ ഫോം എടുക്കുന്നു, വേർ. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ വേർ പ്ലേയിങ് എന്ന് പറയുമ്പോഴാണ് അത് ആക്യുറേറ്റ് ആയിട്ട് മാറുക. ഓക്കെ, അപ്പം ഈ ഈസ്, ആം, ആറ്, വാസ്, വേർ ഇതിനൊക്കെ നമ്മൾ ഓക്സിലറി വേർബ്സ് എന്നാ പറയും. ഇവയ്ക്ക് കൃത്യമായിട്ടുള്ള സിംഗുലർ ആൻഡ് പ്ലൂരൽ ഫോംസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ചെറിയൊരു പട്ടിക ഇവിടെ വരയ്ക്കാം. അപ്പൊ ഇവിടെ സിംഗുലറും പ്ലൂരലും. ഓക്കെ, യെസ്, ഈസ് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂരൽ ഫോം ആണ് ആർ. ഹാസ് ഒരു സിംഗുലർ അനിയനാണ്, അതിന്റെ ഒരു പ്ലൂരൽ ചേട്ടനുണ്ട്, അതാണ് ഹാവ്. വാസ് ഉണ്ട്, അറിയാലോ ആരാണ്? വേറെ. രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ? യെസ്. പിന്നെ ഡസ് ഒരു ഡു. അതാണ് പ്രൈമറി ഓക്സിലറി വേർബ്സിന്റെ സിംഗുലർ പ്ലൂറൽ ഫോംസ്. അപ്പൊ ഇവിടെ ഒരു ടിപ്പ് പോലെ പഠിച്ചു വെക്കുക. എസ് ചേർന്നിരിക്കുന്ന എല്ലാ ക്രിയാരൂപങ്ങളും ഇംഗ്ലീഷിൽ എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും, അല്ലാത്തതെല്ലാം പ്ലൂറൽ. ഓക്കെ, അപ്പൊ ഇനി അത് ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ സെന്റൻസ് നോക്കുമ്പോൾ. ഓക്കെ, സോ ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. ഒരുപാട് പേരെ അവർ ആഗ്രഹിച്ച പൊസിഷനിൽ അല്ലെങ്കിൽ ജോലിയിൽ എത്തിച്ച SSC മലയാളി ഈ ഒരു പുതുവത്സര കാലത്ത് SSC-GD ആസ്പിരൻസിന് വേണ്ടി ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രൗഡ്ലി വി പ്രസന്റ് SSC-GD 2026 വേഗ ക്രാഷ് ബാച്ച്. ആ പേര് പോലെ തന്നെ SSC-GD 2026 വളരെ വേഗത്തിലുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് പ്രിപ്പറേഷൻ ആണ്, ഒരു സ്ട്രാറ്റജിയാണ്. ഇതിലൂടെ നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. നമുക്കറിയാം വളരെ കുറച്ച് പരിമിതമായ സമയം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പം ആ ഒരു സമയത്തെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ ഗൈഡൻസിന്റെ അണ്ടറിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളുടെ വെളിച്ചത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ചോയ്സ് ഫോർ യു. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് മൺഡേ ടു ഫ്രൈഡേ കൃത്യമായ എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടായി, 2 മുതൽ 3 സെഷൻസ് വരെ. പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഊന്നിയിട്ടായിരിക്കും ആ ക്ലാസ്സുകൾ ഉണ്ടാവുക. PDF നോട്ട്സ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ടും ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ന്യൂ ഇയർ ഓഫർ ഓൺഗോയിങ് ആണ്. ജനുവരി 5 വരെ കേവലം 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമാകാൻ പറ്റും, എൻറോൾ ചെയ്യാൻ സാധിക്കും. ഓഫർ എൻഡ്സ് 5-ാം തീയതിയാണ്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരിടത്തും 1500 രൂപയ്ക്ക് ഇത്രയും പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആരെങ്കിലും ഓഫർ ചെയ്യുമെന്ന്. അപ്പം ഇതൊരു അവസരമാണ്. എന്താണ് പറയുക, ഒരു ഫൈനൽ ലാപ്പിൽ നമ്മൾ എത്തി നിൽക്കുകയാണല്ലോ. ഒരു അവസാനത്തെ ഒരു ബൂസ്റ്റ് എനിക്ക് വേണം, അല്ലെങ്കിൽ എന്താണ് പറയുക, ചില മേഖലകളിലൊക്കെ എനിക്കൊന്ന് പൊടി തട്ടിയെടുക്കാനുണ്ട്, ഒരു ക്ലാരിറ്റി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വിശദ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം വെയിറ്റിംഗ് അല്ലേ? ഓക്കെ, യെസ്. ദ കമ്മിറ്റി ഹാവ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് മാറ്റി വെക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു. കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടമാണ് അല്ലെ? ഇതേപോലെ ആൾക്കാരുടെ, മൃഗങ്ങളുടെ, വസ്തുക്കളുടെ ഒക്കെ കൂട്ടങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരിനെ
നമ്മൾ ഇംഗ്ലീഷിൽ എന്താ വിളിക്കാന്നറിയോ? കളക്റ്റീവ് നൗൺസ് എന്നാണ്. എന്താണ് കളക്റ്റീവ് നൗൺസ്? പേരിൽ തന്നെ ഉണ്ടല്ലേ കളക്ഷൻ. ഈ കളക്റ്റീവ് നൗൺസിനെ ഒരു 80% കേസസിലും മെജോറിറ്റി കേസസിലും നമ്മൾ ഇംഗ്ലീഷിൽ പരിഗണിക്കുന്നത് സിംഗുലർ ആയിട്ടാണ്. സിംഗുലർ നേച്ചർ ആണ് കേട്ടോ. അത് ഒറ്റക്കെട്ടായിട്ട് ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുമ്പോൾ സിംഗുലർ. ഇപ്പൊ കമ്മിറ്റി സിംഗുലർ ആണെങ്കിൽ ഇവിടെ ഒരു കമ്മിറ്റിയല്ലേ ഉള്ളൂ, ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ ഇത് സിംഗുലർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തുള്ള ആളും സിംഗുലർ ആവണ്ടേ. അപ്പം ഹാവ് നമുക്കറിയാം പറ്റില്ല, ഇവിടെ പോവില്ല. അപ്പൊ നമ്മൾ ആരെ തെരഞ്ഞെടുത്തു? ഹാസിനെ തെരഞ്ഞെടുത്തു. ഹാസ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എറർ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നേരെ അടുത്തതിലേക്ക് പോവാം. The news have been announced to the public this morning. അപ്പൊ ഈ രാവിലെ ഈ ന്യൂസ് ആൾക്കാരുടെ ഇടയിലേക്ക് അനൗൺസ് ചെയ്യപ്പെട്ടു. ഇവിടെ എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? ന്യൂസിനെ കുറിച്ച്. അതാണ് നമ്മുടെ സബ്ജക്ട്. ഈ ന്യൂസ് ആക്ച്വലി സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നോക്കൂ, സിംഗുലർ, ഈ ന്യൂസ് എന്ന് പറഞ്ഞ വാക്കിനെ, ഈ ഒരു നൗണിനെ നമ്മൾ ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിൽ അൺകൗണ്ടബിൾ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നാമങ്ങള് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഒരു സംഗതി അൺകൗണ്ടബിൾ ആണോ, അതെപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പൊ ന്യൂസ് അൺകൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ന്യൂസ് സിംഗുലർ ആണ്. അപ്പോ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഹാവിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. ആരെ തെരഞ്ഞെടുക്കുക? ഹാസ്. കിട്ടി. അപ്പൊ ഇങ്ങനെ എണ്ണാൻ പറ്റാത്ത കുറച്ച് നാമങ്ങൾ ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു സെറ്റ് ഓഫ് നാമങ്ങൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വാട്ടർ, ചീസ്, മിൽക്ക്, ജ്യൂസ്, ബ്രെഡ്, ചോക്ലേറ്റ്, ഹെയർ. ഇനി കുറച്ചുകൂടി നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന മറ്റു നാമങ്ങൾ കൂടെ ഉണ്ട്. നമ്മൾ കൗണ്ടബിൾ ആണെന്ന് വിചാരിക്കുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള വേറെ കുറച്ച് നാമങ്ങളുണ്ട്. ഇൻഫർമേഷൻ, എവിഡൻസ്, അഡ്വൈസ്, ഫർണിച്ചർ, നോളജ്, എഡ്യൂക്കേഷൻ, ഇതും ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പം കുറച്ച് നിങ്ങൾക്ക് ഫർദർ ഒരു അറിവിന് വേണ്ടിയിട്ട് ഈ അൺകൗണ്ടബിൾ നൗൺസിന്റെ 1, 2, 3, 4 പ്രത്യേകതകൾ ഞാൻ ഒന്ന് എഴുതിയിടാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് they are always singular. They are always singular. എപ്പോഴും സിംഗുലർ ആണെന്ന് പറഞ്ഞാലേ അതിന്റെ അർത്ഥം അതിന് പ്ലൂരൽ ഇല്ല എന്നല്ലേ. നമ്മൾ വാട്ടർ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, എപ്പോഴും സിംഗുലർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വെർബിനെ എടുക്കുക? സിംഗുലർ വെർബിനെ ആയിരിക്കും എപ്പോഴും അവര് എടുക്കുക. ടേക്ക് സിംഗുലർ വെർബ്സ്. നാലാമത്തെ പ്രത്യേകത എയും ആനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം എയുടെ ആനിന്റെ അർത്ഥം എന്താണ്? ഒരു എന്നാണ്. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ എന്ത് പാടില്ല? എയും ആനും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകതകളാണ്. ഓർമ്മിച്ചു വെച്ചോളൂ. ഓക്കെ, യെസ്. My aunt Geeta is knowing my friend രുദ്രാൻഷ്. ഓ, എന്ത് പേരാണല്ലേ? രുദ്രാഷ് എന്നാക്കുന്ന പേരിൽ കാര്യമൊന്നുമില്ലല്ലോ. മൈ ഫ്രണ്ട് രുദ്രാഷ് വെരി വെൽ സിൻസ് ചൈൽഡ്ഹുഡ്. സ്ട്രൈക്കിംഗ് പോയിന്റ് കിട്ടിയേ. സിൻസ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതൽ ഈ പോയിന്റ് വരെ എന്റെ ആന്റി ഗീതയ്ക്ക് ആരെ അറിയാം? ഈ പറഞ്ഞ രുദ്രാഷിനെ അറിയാന്നാ പറയുന്നത്. സോ വളരെ കാലം മുമ്പ് ഇന്ന് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഏത് ടെൻസാ ഉപയോഗിക്കുക? ഒരു ടൈം ലൈൻ വരയ്ക്കുമ്പോ ഇത് പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ടൈം ഓഫ് സ്പീക്കിംഗ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മുമ്പുള്ളത് പാസ്റ്റ് അല്ലേ? അപ്പൊ പാസ്റ്റിലെ ഒരു പോയിന്റ് തൊട്ട് ഈ സംസാരിക്കുന്ന പോയിന്റ് വരെ ഈ പരിചയമുണ്ട് അല്ലേ? അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് ഏതാണെന്നറിയോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പം ഈ ഒരു സെന്റൻസ് ഏതിൽ പറഞ്ഞാലും ശരിയാവുന്നേ? പ്രസന്റ് പെർഫെക്റ്റ് പറയണം. എന്താ പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ? നോക്കൂ, സിമ്പിൾ ആയിട്ട് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ച് എന്ത് കിട്ടും? പ്രസന്റ് പെർഫെക്റ്റ് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിയേ, മൈ ഓണ്ട് ഗീത, ഇതല്ലേ സബ്ജക്റ്റ്. ഇവിടെ ഈസ് നോയിങ് എന്ന് വരില്ല, പകരം ഈ ഗീത എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം, ഹാസ് ടു. പിന്നെ അറിയുക എന്ന് പറഞ്ഞ വെർബിന്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? നോ, അതുപോലെ ന്യൂ,
അതിന്റെ V3 എന്ന് പറയുന്നത് നോൺ ആണ്. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുകളിൽ നമ്മൾ എപ്പോഴും V3 ഉപയോഗിക്കും കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് എന്താ വരിക എന്നറിയോ? ആസ് നോൺ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ സിൻസ് എന്ന വാക്കുള്ളത് കൊണ്ടാണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് എനിക്ക് മനസ്സിലായത്. അന്ന് മുതൽ ഇന്ന് വരെ എന്നൊരു അർത്ഥം കിട്ടുന്നില്ലേ അത്. ഓക്കെ, അപ്പൊ ഇവിടെ മൈ ഓണ്ട് ഗീത ഹാസ് നോൺ എന്നാണ് വരിക. മറ്റൊരു രീതിയിലും കൂടി ഇത് തെറ്റാണ് നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഈ നോ എന്ന് പറഞ്ഞ വെർബ് ഒരു സ്റ്റാറ്റീവ് വേർബ് ആണ്. സ്റ്റാറ്റീവ് വേർബ്സിന് ഒരിക്കലും നമ്മൾ ING ഫോമിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ സ്റ്റാൻഡേർഡ് ഗ്രാമറിൽ ഉപയോഗിക്കാറില്ല. അപ്പൊ എന്താ ഈ സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ ഈ വെർബ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി അല്ലെ, തിന്നുക, കളിക്കുക, ഓടുക, ചാടുക, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലെ. എന്നാൽ അത് മാത്രമാണോ പ്രവർത്തനങ്ങൾ? അല്ല. നമ്മൾ നമ്മുടെ ബോധം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളില്ലേ, ശരീരഭാഗങ്ങൾ ഉപയോഗിക്കാതെ, അത്തരം പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, തിങ്ക്, ബിലീവ്, ഹോപ്പ്, അണ്ടർസ്റ്റാൻഡ്, റിയലൈസ്. ഇനി നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ടേസ്റ്റ്, ഫീല്, ഹിയർ, സീം, അപ്പിയർ അല്ലെ, അല്ലെങ്കിൽ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന ഓണ്, ബിലോങ്, ഹാവ് തുടങ്ങിയ വാക്കുകൾ, ഇതൊക്കെയാണ് സ്റ്റാറ്റീവ് വേർബ്സ് എന്നൊരു കാറ്റഗറിയിൽ വരും. അപ്പൊ സ്റ്റാറ്റീവ് വേർബ് ആണോ അതിന് എന്തില്ല? നോ ING ഫോം. ക്ലിയർ ആണോ? നോ ING ഫോം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ, എനിക്ക് അറിയാന്ന് പറയുമ്പോൾ ഐ നോ എന്നേ പറയാൻ പാടുള്ളൂ. ഐ ആം നോയിങ് എവിടെയെങ്കിലും പറയും? ഇല്ല. ദാറ്റ് സൗണ്ട്സ് ഓക്വേർഡ് അല്ലേ? അല്ലെങ്കിൽ ഷീ ഹാസ് എ കാർ എന്ന് പറയുന്നതാണ്, അല്ലാണ്ട് ഷീ ഈസ് ഹാവിംഗ് എ കാർ എന്ന് പറയില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഐ ബിലീവ്, നോട്ട് ഐ എം ബിലീവിംഗ്. ഐ തിങ്ക് യു ആർ റൈറ്റ്, നോട്ട് ഐ എം തിങ്കിങ് യു ആർ റൈറ്റ്. ഓക്കെ, ശ്രദ്ധിക്കണം. അതൊന്ന് എക്സ്ട്രാ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, one of my friends have decided to start a small business. നമുക്ക് ഇതിന്റെ അർത്ഥത്തിലൂടെ നമുക്ക് ഇതിന്റെ തെറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? ഇപ്പൊ എനിക്കൊരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ഫ്രണ്ട്സ് ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? അല്ല. അതിൽ ഒരുത്തൻ മാത്രമാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. നിങ്ങൾ നോക്കൂ, സെന്റൻസ് ബിഗിൻസ് വിത്ത് വൺ ഓഫ് ദ അല്ലെ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. അപ്പൊ സിംഗിൾ പേഴ്സൺ, അദ്ദേഹമാണ് ബിസിനസ് തുടങ്ങിയത്. Here I am talking about only one person. That means the subject is singular. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വെർബ് എന്താവണം? എന്റെ ഫ്രണ്ട്സിൽ ഒരാൾ എന്ന് പറയുമ്പോൾ ഹാവ് അല്ല, we should add has. Okay, has ആണ് ഇവിടുത്തെ കറക്റ്റ് ചോയ്സ്. ഇനി ഇതിന്റെ റൂള് പോലെ എളുപ്പത്തിൽ പഠിച്ചു നോക്കാൻ എന്താ റൂള് പോലെ ഞാനൊന്ന് എഴുതി തരാം. വൺ ഓഫ് ദയിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അതിനുശേഷം എപ്പോഴും നമ്മൾ ഒരു പ്ലൂരൽ നൗൺ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിനുശേഷമുള്ള വെർബ് ഇസ് ഓൾവേസ് സിംഗുലർ. എളുപ്പത്തിൽ ഓർത്ത് നോക്കാവേ. വൺ ഓഫ് ദ പ്ലസ് പ്ലൂരൽ നൗൺ, അവസാനം ഉപയോഗിക്കേണ്ടത് സിംഗുലർ വെർബ്. വൺ ഓഫ് ദ പ്ലൂരൽ നൗൺ, സിംഗുലർ സിംഗുലർ വെർബ്. ഓക്കെ, യെസ്. The software detected an anomaly. Anomaly means ക്രമക്കേട് എന്നാണ് കേട്ടോ. ക്രമക്കേട്. കുറച്ച് സിനോണിംസ് പഠിച്ചോളൂ. ഓഡിറ്റി, ഡീവിയേഷൻ, അബ്നോർമാലിറ്റി. ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാന്നൊക്കെയാണ് കേട്ടോ. സ്പോട്ട്, ലൊക്കേറ്റ്, ഡിസ്കവർ എന്നൊക്കെയാണ് സിനോണിംസ് വരും. അപ്പം വാക്കുകൾ കൂടി നിങ്ങൾ പഠിക്കണേ, വൊക്കാബുലറി കൂടി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. യെസ്. അപ്പൊ സോഫ്റ്റ്വെയർ ഒരു ക്രമക്കേട് കണ്ടെത്തി. എന്ത് ക്രമക്കേടാന്ന് പറയുന്നത്? ആ വൈറസ് യെസ്, കോസ് ബൈ ദ വൈറസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈറസിനാൽ ഉണ്ടായ ഒരു ക്രമക്കേട്. എന്ത് ക്രമക്കേട്? വൈറസിനാൽ ഉണ്ടായ ഒരു ക്രമക്കേട് ഉണ്ടായി കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഈ ക്രമക്കേട്, അനോമലി എന്ന് പറഞ്ഞ വാക്കിനെ വിശേഷിപ്പിക്കുന്ന ഒരു ഫ്രേസ് ആണ് അല്ലെ. അപ്പം വൈറസിനാൽ സംഭവിച്ചാന്ന് പറയുമ്പോൾ കോസ്റ്റ് എന്നാണ് വരിക. കോസ്റ്റ്. നമ്മളിവിടെ V3 ഫോം ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കേണ്ടത്. അത് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടേ പൊട്ടിയ ചില്ലിന് നമ്മൾ എന്താ പറയാ? ബ്രോക്കൺ വിൻഡോ.
എഴുതപ്പെട്ട ഡോക്യുമെന്റ് എന്ന് പറയുമ്പോഴോ റിട്ടൺ ഡോക്യുമെന്റ് അല്ലെ. നോക്കൂ, ക്രിയയുടെ മൂന്നാമത്തെ രൂപം വിശേഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് എന്ത് വിളിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് അനോമലി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വൈറസിനാൽ ഉണ്ടായ അനോമലി. കോസ്ഡ് ബൈ ദ വൈറസ് എന്ന് പറയുമ്പോഴാണ്, V3 ഉപയോഗിക്കുമ്പോഴാണ് അത് വിശേഷണമായിട്ട് ചേരുക. ഓക്കെ, യെസ്. Her knowledge of English are very limited compared to others. What are we talking about? നമ്മൾ എന്തിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്? അവളുടെ അറിവിനെ കുറിച്ച് അല്ലെ. ഇംഗ്ലീഷിലുള്ള അവളുടെ അറിവ് അത് ലിമിറ്റഡ് ആണെന്നാ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്? നോളജ് ആണ്. ഞാൻ പറഞ്ഞു നോളജ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ വാക്കുകൾ എന്താണ്? അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് സിംഗുലർ ആണെന്നാണ്. ഓക്കെ, അപ്പം കിട്ടി. ഇതെന്താണ്? സിംഗുലർ ആണ്. അപ്പൊ ഇത് സിംഗുലർ ആകുമ്പോ ഇതിന്റെ കൂടെ വരുന്ന വെർബ് എന്താവണം? നോർമലി സിംഗുലർ ആവണം. അപ്പൊ ഇവിടെ ആറല്ല വരിക, ഈസ് ആണ് വരിക കേട്ടോ. ഈസ് ഈസ് ദ കറക്റ്റ് ചോയ്സ് ഹിയർ. ക്ലിയർ? നോളജ് ലിമിറ്റഡ് ആണ്. യെസ്, ഇനി ഞാൻ കുറച്ച് സ്പീഡിൽ പോവേ. നോക്കൂ, each of the survivors of the tsunami have been offered free counseling to ease the trauma. അപ്പം സുനാമി അതിജീവിച്ചവർക്ക് ഓരോരുത്തർക്കും കൗൺസിലിംഗ് കൊടുക്കപ്പെട്ടു. എന്തിനാ? ആ ഒരു ട്രോമ ഒന്ന് ഹീൽ ആകാൻ വേണ്ടിയിട്ട്, ഒന്ന് സുഖപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്, ക്ലിയർ? നോക്കൂ, സർവൈവേഴ്സ് എന്ന് കാണുമ്പോ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം പ്ലൂരൽ വെർബ് ഹാവ് കറക്റ്റ് ആണ് എന്ന് വിചാരിച്ച് നോയർ കുത്തരുത്. There is a twist. ഈ ഈച്ച് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഈച്ച്, ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എന്നാണ് അല്ലെ. ഓരോരുത്തരും എന്നാണ് മലയാളത്തിൽ അർത്ഥം. വൺ പേഴ്സൺ അറ്റ് എ ടൈം, വൺ സിംഗിൾ പേഴ്സൺ അറ്റ് എ ടൈം. അപ്പം ഈച്ച് ഓഫ് ദ സർവൈവേഴ്സ് എന്ന് പറഞ്ഞാൽ സർവൈവേഴ്സിൽ ഓരോരുത്തർക്കും കൊടുക്കപ്പെട്ടു. ഓരോരുത്തർ എന്ന് പറയുമ്പോൾ തന്നെ ഈച്ച് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, അത് മൊത്തം സിംഗുലർ ആവും. അപ്പം ഈച്ച് ഓഫ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സബ്ജക്ട് എന്ന് പറയുന്ന ആൾ ആരാണ്? സിംഗുലർ ആണ്. എന്തുകൊണ്ട് അങ്ങനെ സിംഗുലർ ആയത്? ഈച്ച് ഓഫ് വന്നുകൊണ്ട് കേട്ടോ. അപ്പൊ സിംഗുലർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വെർബ് എന്താവും? സിംഗുലർ ആവണം. ഹാവ് ഉപയോഗിക്കാൻ പറ്റൂ? ഇല്ല. അവിടെ ഏറ്റവും വാലിഡ് ആയിട്ട് ആസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു കാര്യം ഈച്ച് ഓഫിലാണ് തുടങ്ങുന്നതെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ എന്ത് ഉപയോഗിച്ചോളാം? സിംഗുലർ വെർബ് ഉപയോഗിച്ചോളാം. കാരണം ഈച്ച് ഇറ്റ് സെൽഫ് ഈസ് സിംഗുലർ. ഈച്ച് ഓഫിലാണ് തുടങ്ങുന്നതെങ്കിൽ പിന്നെ മറ്റു അപ്പീലും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ എന്ത് ഉപയോഗിച്ചോളൂ? സിംഗുലർ വെർബ് യൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. നാളെ ഒരു ചോദ്യം ഈച്ച് ഓഫിൽ തുടങ്ങുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അറിയാം, ഇവര് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. മിക്കവാറും ഇത് എങ്ങനെയാണ് വരാൻ സാധ്യത എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും. ഓക്കെ, യെസ്, ക്ലിയർ? റൂള് പോലെ ഞാൻ എഴുതുന്നില്ല, ഓർത്ത് വെച്ചാൽ മതി. As soon as I reach to my house, I'll send you the driver. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും നിനക്ക് ഡ്രൈവറിനെ അയക്കാന്ന് പറയുന്നത്. As soon as means പെട്ടെന്ന്, ഇമ്മീഡിയസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഐ റീച്ച് ടു മൈ ഹൗസ്. നിങ്ങൾ നോക്കിയേ, റീച്ച് എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുക. റീച്ച് ടു, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റീച്ച് എന്ന വെർബിന്റെ കൂടെ എന്ത് വേണ്ട? ടു വേണ്ട. ടു വേണ്ട. റീച്ചിന്റെ കൂടെ എന്ത് വേണ്ട? ടു വേണ്ട. സിംപ്ലി റീച്ച് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഷീ റീച്ച്ഡ് ഹർ ഹൗസ്. ഐ റീച്ച്ഡ് the supermarket. അല്ലെ, he reached the airport. എന്റെ ഇടയിൽ എന്ത് വേണ്ട? ടു വേണ്ട. നമ്മൾ ഈ ഡിസ്ക്രൈബിന്റെയും ഡിസ്കസിന്റെയും കൂടെ എബൌട്ട് ഉപയോഗിക്കില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ റിട്ടേണിന്റെ കൂടെ ബാക്ക് ഉപയോഗിക്കില്ല എന്ന് പറയുന്ന പോലെ, റീച്ചിന്റെ കൂടെ എന്തും വേണ്ട? ടൂവും വേണ്ട. ഓക്കെ, യെസ്. The government employees went doors to doors in the village. ഡോറുകൾ തോറും എന്ന് പറയുമ്പോ can we say doors to doors? അത് ഇൻകറക്റ്റ് ആണ്. ആക്ച്വൽ എക്സ്പ്രഷൻ എന്താ വരിക എന്ന് വെച്ചാൽ doors to door എന്നല്ല പറയാ. We should say door to door. ഇത് മനസ്സിലാകാൻ വേണ്ടി ദിനം പ്രതി നമ്മൾ എങ്ങനെയാ പറയാ? ദിനം പ്രതി, ഡേ ബൈ ഡേ എന്നാണ് അല്ലെ. ഡേ ബൈ ഡേ. ഓക്കെ, എനിക്ക് അവിടെ ഒരിക്കലും ഡേയ്സ് ബൈ ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അതിന് പിന്നിൽ ഒരു നിയമമുണ്ട്. നോക്കൂ, നൗണ് പ്ലസ് ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ
പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇന്ന്, ഓണ്, അറ്റ്, വിത്ത്, ഫോർ അതുപോലുള്ള ആഫ്റ്റർ, ബിഫോർ പോലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? പ്രപ്പോസിഷൻ എന്ന് വിളിക്കാം. വീണ്ടും അതേ നൗണ് തന്നെ റിപ്പീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ എൻറ്റയർ യൂണിറ്റിനെ ഗ്രാമറിൽ സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ വരുന്ന നൗണും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, സ്റ്റെപ്പുകൾ തോറും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. റൂമുകൾ തോറും, റൂം ആഫ്റ്റർ റൂം, ഫീൽഡ് ആഫ്റ്റർ ഫീൽഡ്. കണ്ടോ? അതിന്റെ ഇടയിൽ എന്ത് വേണ്ട? പേജ് ആഫ്റ്റർ പേജ്. ഇതിന്റെ ഇടയിൽ ഇതിനെ പ്ലൂറൽ ആക്കാൻ നിൽക്കേണ്ട, കാരണം ദ എൻറ്റയർ യൂണിറ്റ് ഈസ് സിംഗുലർ. ഓക്കെ, യെസ്. The quality of this product are superior to anything we have seen here. ഇതിന്റെ ക്വാളിറ്റി നമ്മൾ കണ്ടത് വെച്ചതിനേക്കാൾ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥ സബ്ജക്ട് നമ്മൾ ആക്ച്വലി പ്രോഡക്റ്റിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അല്ല. പ്രോഡക്റ്റ് എന്നവിടെ കാണുമെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചല്ല, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ക്വാളിറ്റി മറ്റേതുള്ളതിനേക്കാൾ സുപ്പീരിയർ ആണെന്നാണ് പറയുന്നത്. We are talking about the quality here. ഗുണം. ഒറ്റ ഗുണമല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും വെർബ് എന്താവണം? സിംഗുലർ ആവണം അല്ലെ? അപ്പൊ ഇവിടെ ആറല്ല വരിക, ഈസ്. കാരണം ആറ് പ്ലൂറൽ ആണ്, അതിന്റെ താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള ആളാണ് ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. And the final one, a number of mistakes has been found in his answer sheet. അവന്റെ ആൻസർ ഷീറ്റിൽ ധാരാളം തെറ്റുകൾ കണ്ടെത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. A number of mistakes means many mistakes. Many എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്ലൂറൽ സെൻസ് ആണ്. അപ്പം ഈ നമ്പർ ഓഫ് എന്ന് പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഫ്രേസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ ഹാസ് അല്ല, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഫോം, അതിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹാവ്. ഹാവ് കണ്ടോ? ഇത്രേ ഉള്ളൂ. എ നമ്പർ ഓഫ് എന്ന് തുടങ്ങുന്നതാണെങ്കിൽ അത് പ്ലൂറൽ ആയി, പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഓക്കെ, എ നമ്പർ ഓഫ് എന്നാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ഉപയോഗിക്കാം? പ്ലൂറൽ ഉപയോഗിക്കാം. ഇനി ഇതേപോലെ സമാനമായിട്ടുള്ള മറ്റൊരു ഫ്രേസ് ഉണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നതാണ്. അതാണ് ദ നമ്പർ ഓഫ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണേ. ദ നമ്പർ ഓഫിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിന്റെ വെർബ് സിംഗുലർ ആയിരിക്കും. Okay. The number of singular, a number of plural. ഇവിടെ അങ്ങനെ അതുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 15ഓളം ചോദ്യങ്ങൾ ചെയ്തു. ഇതൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കോൺസെപ്റ്റുകളാണ്. ആ ചോദ്യത്തിന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും അതിനേക്കാൾ ഒരു ഉത്തരങ്ങൾ വളരെ കൃത്യമായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോകാം. വീഡിയോസ് ഉണ്ടാവും തുടരെ. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ടെൻഷൻ ആകാതിരിക്കുക. ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡിയ വേണം എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. ടേക്ക് കെയർ.